ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്നും കൊച്ചിയിൽ തന്നെയാണ്. ഇതെല്ലാം ഒരു ദിവസം നടക്കുന്ന സംഭവങ്ങളാണ്. എന്തായാലും മക്കളൊന്നും ഇവിടെ ഇല്ല. മോനും മോളും എല്ലാം ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുക. അവരെല്ലാവരും കറങ്ങാനായിട്ട് ഷോപ്പിങ്ങൊക്കെ ആയിട്ട് കൊച്ചി കറങ്ങാൻ പോയിരിക്കുകയാണ്. പക്ഷേ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വിഭവങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു കമൻറ്റ് ബോക്സിലൂടെയെല്ലാം, ദാറ്റ് ഈസ് കുക്കറില്ലാണ്ട്. ഇപ്പോൾ കുക്കറും പിന്നെന്താ പറയുക, ഓവനും ഒന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് പാൻ, അതിനകത്തേക്ക് ഒരല്പം 2-3 കാര്യങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് നമ്മളൊരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്തിടണം. ഇപ്പോൾ ബട്ടർ പേപ്പർ ആണെങ്കിൽ ഇതുപോലൊരു സ്ക്വയർ പീസ് എടുക്കുക. എന്നിട്ട് ഇതിനെങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റ് റൗണ്ടായിട്ട് ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ എടുത്തിരിക്കുന്നതിനെ സ്ക്വയർ ഷീറ്റായിരിക്കണം. അതിനെങ്ങനെ 4ആയിട്ട് മടക്കുക. അപ്പോൾ വീണ്ടും ഒരു സ്ക്വയർ ആയല്ലോ. വിശദമായിട്ട് നോക്കിക്കോളൂ. ഇതിനെ ഇങ്ങനെ 2ആയിട്ട് മടക്കുന്നു, പിന്നെ ഇതിനെ വീണ്ടും ഇങ്ങനെ മടക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു സ്ക്വയറായി ആണെന്നുണ്ടല്ലോ. പിന്നെ ഇതിനെ ഇങ്ങനെ ഒരു 2ആയിട്ട് മടക്കുക, കോണിച്ച്. ഓക്കെ, ഇപ്പോൾ ഇതൊരു നമ്മളെന്താ പറയുക, റോക്കറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന പോലെയാണ് ഈ സ്റ്റൈലിലാക്കുക. ഇത്രയായി. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഇനി നമ്മുടെ ആ പാത്രം എടുക്കുക. പാത്രത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഏകദേശം നടുക്കായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട്, ഇത് മനസ്സിലായല്ലോ എവിടെയാണെന്ന്. അപ്പോൾ ഇവിടെ വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചൊന്ന് മടക്കാം. മടക്കിയിട്ട് ഇവിടെ കണ്ടല്ലോ, ഒരടയാളം കിട്ടി. ഇനി ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തല്ലോ. ഇനി ഇത് തുറന്ന് നോക്കാം. ഇതെന്ത് മാജിക്കാണെന്ന് നോക്കട്ടെ. ജസ്റ്റ് കണ്ടല്ലോ. അപ്പോൾ ഒരല്പം എണ്ണ തടവാം, കുറച്ച് റിഫൈൻഡ് ഓയിൽ പാത്രത്തിൽ ടോട്ടലായിട്ട് ഇങ്ങനെ തടവുക. കംപ്ലീറ്റ് ഇങ്ങനെ തടവുക. എന്നിട്ട് നമ്മൾ ഈ ഒരു വെട്ടിയ പേപ്പറിൻ്റെ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിലും കൂടെ ചെറുതായിട്ടൊന്ന് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് അതിൽ പ്രസ്സായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ മാവ് ഇച്ചിരി ഏറെ ഇരിക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് എക്സസ് വരുന്ന മാവ് ഒരു പ്ലേറ്റിലേക്ക്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഫേവറേറ്റാണ്. അതും എഗ്ലെസ് ആയിട്ട്, അത് മുട്ടയില്ലാതെ ഓവനില്ലാതെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് മൈദ മാവും കൊക്കോ പൗഡർ. അപ്പോൾ 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡറൊക്കെ നല്ല ബ്രാൻഡിൻ്റെ നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡർ തന്നെ വാങ്ങണം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഇത് സോഡ പൊടി 1 ടീസ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് ഇടയാം. നല്ല പൊക്കത്തിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ ഇടഞ്ഞെടുക്കാം. എത്ര പ്രാവശ്യം ഇടയുന്നു അത്രത്തോളം നല്ലതാണ്. അതിനകത്ത് നല്ലൊരു ഫ്ലഫി ആയിട്ടൊരു എയറി ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് കിട്ടും. നമുക്ക് മിക്സിങ് തുടങ്ങിയാലോ. ആദ്യം നമ്മൾ തൈരെന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ തൈര്, കട്ടി മോരെന്ന് പറയില്ലേ, 1 കപ്പ് എടുത്ത് വെച്ച്, അതായത് ഏകദേശം ഒരു 3/4 കപ്പ് തൈര് ഒന്ന് ഉടച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയെടുക്കാം. തൈരെടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര. ഇത് പൊടിക്കണം എന്ന് നിർബന്ധമില്ല. പഞ്ചസാര, നമുക്ക് പഞ്ചസാര എടുക്കാം.
അപ്പോൾ 3/4 കപ്പ് അളന്നെടുക്കുക. ഇതൊരു 1/2 കപ്പും 1/4 കപ്പിൻ്റെ 2 മെഷറിങ് പാത്രം ഞാൻ എടുത്തു. ഇത് പൊടിച്ച പഞ്ചസാരയല്ല കേട്ടോ. ഇതിപ്പോൾ കട്ടി തൈര് അല്ലെങ്കിൽ കട്ടി മോര് 1 കപ്പ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. അതിനോടൊപ്പം പഞ്ചസാര 1/2 കപ്പും 1/4 കപ്പും. അപ്പോൾ കറക്റ്റ് 3/4 ആവുമല്ലോ. മെഷർമെൻ്റൊക്കെ വളരെ വളരെ കറക്റ്റായിരിക്കണം. ഇനി ഇത് നന്നായിട്ട് അലിയുന്നത് വരെ, പഞ്ചസാര അലിയുന്ന വരെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. പെട്ടെന്ന് അലിയും. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് എണ്ണ, ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല, തടിത്തവി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേക്ക് മിക്സിങ് ആരംഭിച്ച് കഴിഞ്ഞു, ബാറ്റർ ഉണ്ടാക്കൽ. ആ സമയമാകുമ്പോൾ ഒരു പകുതി വേയാകുമ്പോൾ നമ്മൾ, ഇതിപ്പോൾ ഞാൻ കുക്കറിലല്ല ചെയ്യുന്നത്, പിന്നെന്താ ഇലക്ട്രിക് അവനും അല്ല, അപ്പോൾ പാത്രത്തിലാണ്, ഒരു പാനിലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് തീ കത്തിച്ചിട്ട് വരും. ഇത് അതിനൊരു സ്റ്റാൻഡ് പോലെ ഇട്ടിട്ട് പാത്രം ഒന്ന് അടയ്ക്കണം. എന്നിട്ട് അപ്പോൾ ഇടത്തരം തീ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്സ് ഒന്ന് ചൂടാകട്ടെ. ആ സമയം കൊണ്ട് നമ്മളിവിടെ മിക്സിങ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ മിക്സിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എണ്ണയും പഞ്ചസാര പിന്നെന്താ കട്ടി മോരെല്ലാം ഒന്നിച്ചായി. ഇനി നമ്മൾ ഇടഞ്ഞു വെച്ച് മാവ് അതും കൂടി ചേർക്കും. നല്ല സർക്കുലർ മൂവ്മെൻറ്റുമായിട്ട് ഇങ്ങനെ തടിത്തവി ഇങ്ങനെ കൊടുക്കാം. ചോക്ലേറ്റ് കേക്കിന് എപ്പോഴും ബേക്കിംഗ് പൗഡറിനെക്കാട്ടിലും കൂടുതൽ ചേരുന്നത് സോഡാപ്പൊടിയാണ്. പിന്നെ സോഡാപ്പൊടി ചേർക്കുന്ന ഒരു ഐറ്റത്തിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം സിട്രസ് ആയിട്ട്. അതായത് ഒന്നുകിൽ അത് തൈരാകാം, മോരാകാം, അതല്ലെന്നുണ്ടെങ്കിൽ വിനാഗിരി ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചേർക്കണം, എന്നാലേ അത് ശരിക്കും നന്നായിട്ട് പൊലിച്ച് വരുള്ളൂ. ആ ചോക്ലേറ്റ് കേക്കിൻ്റെ കറക്റ്റ് കളറ്, ഒരു നല്ല ഡാർക്ക് ബ്രൗൺ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സോഡാപ്പൊടിയാണ് നല്ലത്. ഇനി ഒരല്പം വാനില എസൻസ്, ഒരു എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. വാനില എസൻസും ചേർക്കും. അപ്പം മിക്സിങ് എല്ലാം പ്രോപ്പറായോ എന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കുക. കട്ടയൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ റെഡി. കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കണ്ടല്ലോ, ഇതാണ് കൺസിസ്റ്റൻസി. ഒരുപാട് റണ്ണിയല്ല, പക്ഷെ അത്യാവശ്യം നല്ല ലൂസാണ്. വയ്ക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് വരുന്നുണ്ടോ, അതാണ് പാകം. ഇനി നമ്മളുടെ ടാപ്പിംഗ് ഒരു ടവലിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് ടാപ്പ് ചെയ്യാം. ഒരു 30 പ്രാവശ്യം ഇങ്ങനെ മേളിൽ നിന്നെടുത്ത് ഇങ്ങനെ ഇടുക. അപ്പോൾ ട്രാപ്ഡായിട്ടുള്ള എയർ ബബിൾസ് എല്ലാം പുറത്തേക്ക് പോകും. യെസ്, ഫിനിഷ്ഡ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ഇനി നേരെ അടുപ്പ് നമ്മൾ 5 മിനിറ്റ്സ് ഇത് കൊടുത്തു. പിന്നെ ഈ പാത്രം വളരെ എയർ ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റഡായി അകത്തേക്ക് വെച്ചു. തീ കുറയ്ക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് പ്രീ ഹീറ്റ് ചെയ്തത്. ഇപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞു. ഇപ്പോൾ ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ തീയിൽ ഏകദേശം ഒരു മണിക്കൂർ എന്ന് പറയാം. അങ്ങനെ നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ആ പാനിൽ വെച്ച് തന്നെ ബേക്കാക്കി എടുത്തു. അപ്പോൾ നമ്മൾ കുക്കർ ഉപയോഗിച്ചിട്ടില്ല, ഇലക്ട്രിക് അവനുമില്ല. പക്ഷേ കുക്കറിൽ ചെയ്താലും ഇതേ ഇഫക്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പാനിൽ അടച്ച് വെച്ച് ഒട്ടും തന്നെ ആവി പുറത്ത് പോകാണ്ട് അങ്ങനെ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക ചുട്ടെടുക്കുന്ന പോലെ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ പോവാണ്. ഞാൻ കണ്ടല്ലോ, ഡിമോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് മാറ്റുന്നത്. ഇനി ഇത് നമുക്കത് രണ്ടായിട്ട് മുറിക്കാം. എൻ്റെ കയ്യിൽ തൽക്കാലം
തൽക്കാലം എൻ്റെ കയ്യിൽ വേറെ അതിനുള്ള ട്രേ ഇല്ല, ഒന്നുമില്ല. ഒന്ന് നമുക്ക് പ്ലേറ്റിൽ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വേണ്ടത് രണ്ടായിട്ട് മുറിച്ചല്ലോ. ഇതിപ്പോൾ 2 ലെയർ കേക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ചെറീസ് സാധാരണ ഗ്ലേസ്ഡ് ചെറീസ് ആണെങ്കിലും മതി. പാക്കറ്റിൽ കിട്ടുന്നുണ്ടല്ലോ, ബേക്കറിയിലൊക്കെ കിട്ടുന്നത്. അതാണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് ഓരോന്നും കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഇച്ചിരി വെള്ളവും ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന വെള്ളമാണ് ഒരു ചെറി വാട്ടർ സിറപ്പായിട്ട് എടുക്കാം, ഷുഗർ സിറപ്പ്. ആ ചെറീസ് നമുക്ക് അലങ്കരിക്കാനും ഫില്ല് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കാം. ടിന്നിൽ കിട്ടുന്ന ചെറീസ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിയത്. അതിൽ നിന്നും അതിനകത്തുണ്ടായിരുന്ന സിറപ്പ് കുറച്ച് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. ഇനി ഇതിലേക്ക് ഇത്രയൊന്നും വേണ്ട, നമുക്കൊരു 1/2 കപ്പോളം മതി. ഓക്കെ, ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. അത്ര മധുരം ഉണ്ടാവില്ല, കുറച്ച് പഞ്ചസാര. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. നോക്കൂ, നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ അറിയില്ല, നിറച്ച് കുഴിയുണ്ട് കണ്ടോ. ഇത് ഒരുപാട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്തു, ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. നൈസ്, അത്യാവശ്യം മധുരമുണ്ട്. ഇനി നമ്മൾ വിപ്ഡ് ക്രീം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം. വിപ്ഡ് ക്രീമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ജസ്റ്റ് വിപ്പിംഗ് ക്രീം വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ച് വിപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ സിറപ്പ്. ഒരു സോക്കിംഗ് ബ്രഷിൻ്റെ സഹായത്തിൽ ഇങ്ങനെ സോക്ക് ചെയ്യാം. അയ്യോ, ദാഹിച്ചിരിക്കുന്നവർ ഉള്ളിലേക്ക് പോകണം. അത് നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മുടെ കേക്ക് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒട്ടും കുറയ്ക്കുന്നത്. നമ്മുടെ ആവശ്യം പോലെ ഷുഗർ സിറപ്പ്, ദിസ് ദ ചെറി സിറപ്പ്. ഇനി കുറച്ച് വിപ്ഡ് ക്രീം, നല്ല തിക്കായിട്ടൊരു ലെയർ കൊടുക്കാം. കാരണം നമ്മളിതൊരു 2 ലെയർ അല്ലേ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ ചെറീസിൽ നിന്നും നമ്മൾ എന്തായാലും അതിനകത്തുള്ള കുരു മാറ്റിയ ചെറിയ ഫ്രൂട്ട്സ് നിറച്ച് ചെറീസ് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാവിഷ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ സെക്കൻഡ് ലെയർ അതിനിങ്ങനെ തന്നെ വയ്ക്കുന്നു. അപ്പോൾ ടോപ്പ് പോർഷൻ അടിഭാഗത്ത് വന്നു, അടിഭാഗം വെള്ളിലേക്കും വന്നു. ഇനി ഇതിലും കുറച്ച് ചെറിയ സിറപ്പ് നമ്മളിങ്ങനെ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റിൻ്റെ അലങ്കാരം. കുറച്ച് കൂടുതൽ ചോക്ലേറ്റ്സ്. ഏതാണ് ഡെക്കറേഷൻ പൂർത്തിയായി എന്ന് പറയാം. ഇനി കുറച്ച് ചെറീസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പേസ്ട്രിയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. എന്ത് എളുപ്പത്തിലാണ് ചെയ്തല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു സ്കില്ലൊന്നും വേണ്ട, എവിടെ ഇരുന്നും ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കേക്ക്സൊക്കെ ഉണ്ടാക്കുന്ന വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ ആണെങ്കിൽ ഇലക്ട്രിക് അവനിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ കുക്കറിൽ ചെയ്യാൻ വേണമെങ്കിൽ വെറും ഒരു പാനിൽ വേണമെങ്കിലും ചെയ്യാം, ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ബ്ലെൻഡർ വേണമെന്നില്ല, ഹാൻഡ് തടിത്തവി തന്നെ ധാരാളം മതിയാകും. പിന്നെ വിപ്പിംഗ് ക്രീമൊക്കെ അതിപ്പം ഹാൻഡ് ബ്ലെൻഡർ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ, പക്ഷേ ഈ കൈ കൊണ്ട് പതപ്പിച്ചെടുക്കാമെന്ന് ഇച്ചിരി കൂടെ സമയം എടുക്കും, ഇച്ചിരി കൂടെ ഹാർഡ് വർക്കാണ്. പതഞ്ഞ് വരും, പക്ഷേ കുറച്ച് കൂടുതൽ സമയം ഒക്കെ എടുക്കും. ഇന്ന് ഒരു എക്യുപ്മെൻറ്റ്സ് ഒന്നും കയ്യിലില്ലായിരുന്നു, അതിനൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റി, ഈസി. പിന്നെ എന്ത് ഡിഫക്ട്സ് ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കവറിങ് വന്നു കഴിയുമ്പോൾ അതങ്ങ് മാറും. നിറച്ച് ചോക്ലേറ്റ് ഷേവിങ്സ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെറീസൊക്കെ ഇട്ട്, ഇതിപ്പം ടിൻഡ് ചെറീസാണ്, ഗ്ലേസ്ഡ് ചെറീസ് ആണെങ്കിലും ധാരാളം മതിയാകും. അപ്പോൾ മനസ്സിലായല്ലോ. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അവരറിയാണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതവരുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിരിക്കും.
ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ് നാളെ. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആ ഉണ്ടാക്കിയ കൂട്ടത്തിലെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ചോദിക്കും. ഓക്കെ, പറഞ്ഞുതരാം. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.